ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ഒരുങ്ങി കെട്ടി റെഡിയായി പാണ്ടക്കെട്ടുകളെല്ലാം ചേർത്ത് നമ്മളൊരു യാത്ര പോവുകയാണ്. ഒരു യാത്രയാണ് ഗൈസ്. ആ ഒരു യാത്ര സീരിയസ്ലി നിങ്ങൾക്ക് ആ യാത്ര ചെന്ന് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ എവിടെയാണ് പോകുന്നത് എന്താണെന്നൊക്കെ ഉള്ളത്. സോ ഇപ്പം തന്നെ നമ്മൾ സമയം ഇപ്പോൾ വൈകിട്ട് 5:30 ആയിട്ടുണ്ട്. ഇപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് വെയിലൊക്കെ വന്നപ്പോഴത്തേക്കും പതിയെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നേരത്തെയൊക്കെ മഴയായിരുന്നു, പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലത്ത് മഴ ചെറുതായിട്ടുള്ളതെന്നൊക്കെയാണ് അറിഞ്ഞത്. സോ എന്തായാലും നമുക്ക് നേരെ പോവാം. അധികം വെച്ച് താമസിക്കേണ്ട. 5:30 ആയിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്കും എന്തായാലും 6-6:45 ആവും തോന്നുന്നു. സോ ലെറ്റ്സ് ഗോ ഫോർ അവർ റൈഡ്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ റൈഡ്. ഓക്കെ, സീരിയസ് നിങ്ങളുടെ ഇപ്പോൾ മിക്കവർക്ക് കുറച്ച് പേർക്ക് മനസ്സിലായി കാണുമ്പോൾ ഞാൻ എവിടെ പോകുന്നത്. എന്തായാലും കുഴപ്പമില്ല, സസ്പെൻസിൽ ഇരിക്കട്ടെ എവിടെയോ പോകുന്നുള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. എനിക്ക് ചിരി വന്നിട്ട് പോയ ചിരിക്കണോ കരയണോ എന്താണ് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഞാൻ ഇങ്ങോട്ടുള്ളൂ എന്നും പറഞ്ഞ് പോയ ഞാൻ വീണ്ടും തിരിച്ച് ലൂപ്പിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. അന്നേ മുർഷി പറഞ്ഞ 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണാം. 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണാം. ലൂപ്പിലാണ് നിങ്ങൾ വരേണ്ടത്. വന്നിരിക്കും നോക്കാം. 3 or 4 5 days മാക്സിമം. ഓക്കെ, വന്നില്ലെങ്കിൽ നമ്മള് ചാത്തൻ വരുത്തിക്കൂല്ലേ പറഞ്ഞ് കറക്റ്റ് അതുപോലെ തന്നെ. തിങ്കളാഴ്ച ഞാൻ പോയി, തിങ്കൾ ചൊവ്വ, അതെ ബുധനാഴ്ച ഞാൻ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. എന്തവസ്ഥയാണിത്? ലൂപ്പിൽ പെട്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അതായത് ശരിക്കും ലൂപ്പാണെന്നുള്ള കാര്യത്തിൽ. ശരിക്കും ലൂപ്പാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്കത് ശരിക്കും ലൂപ്പാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ വരേണ്ട കാര്യമില്ല. ഇങ്ങനെ കാര്യമില്ല സത്യം. സീരിയസ്ലി 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വരത്തുള്ളൂ. ഇനി ഇങ്ങോട്ടൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് പോയ ഞാൻ കൃത്യം 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ സംതിങ് എന്തോ ഉണ്ട് ഇതിനകത്ത് എന്തോ ഉണ്ട്. ഈ റൗണ്ടിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നീ മുർഷി വരുമ്പോഴത്തേക്കാണ് അവൻ്റെ വായിരിക്കണ കേൾക്കണമെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് എന്തായാലും ഞാൻ പോയി ഒരു ചായ കുടിക്കട്ടെ. തലവരെടുക്കണേ അർജുൻ കിടന്നടാ. ചിരിക്കണ എന്താടാ നീ? എന്താടാ ചിരിക്കണ നീ? അല്ല കഴിഞ്ഞ ദിവസം അമ്മാരി വീരവാദായിരുന്നല്ല ഞാൻ. എന്താ ഇവന്മാരുടെ ചിരി കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. 2 ആഴ്ച ഓ എന്തൊക്കെ തള്ളായിരുന്നു. വന്നു ആരാ എനിക്ക് അഫ്സലിക്ക എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പക്ഷെ വീഡിയോ 1 ടൈം ആയിരുന്നു. കഴിഞ്ഞ ദിവസം അഫ്സലിക്ക പെട്രോളിന് 113 രൂപേൻ്റെ അന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച്. എങ്ങനെ അടിച്ചെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇതൊരു ഐഡിയ ഇല്ല. എന്നാലും മീശ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും പെട്രോള് അത് ഭയങ്കര അത്ഭുതമാണ്. അതിനൊരു ഇല്ല വേണം, നിങ്ങൾക്ക് വേണത്. നല്ലതാ, കറക്റ്റാ, പോസൊക്കെ കറക്റ്റാ. അയ്യോ ഇനി ഞാൻ കാത്തിരിക്കുന്നതിന്റെ മുർഷി വരുമ്പോഴത്തേക്കാണ് വായരുകയൊക്കെയാണ്. താനാരുവാ? തന്റെ കുടുംബസ്വത്താണ് ഇത്? അതല്ല മിണ്ടാരിയോട് ബാക്താഷി 12,000 പോയിന്റ് ആയിട്ടുണ്ട്. അപ്പൊ ബാക്താഷി നമ്മൾ പർച്ചേസ് 12,000 പോയിന്റ് ഉണ്ട്. അപ്പൊ ഒരു പ്ലാറ്റർ കിട്ടും. അപ്പൊ അത് കഴിക്കാൻ ദാസര നമുക്ക് പോവേ കേട്ടാ. ദാസേട്ടാ അഫ്സലിക്ക പെണ്ണ് കേട്ടാത്തതിൻ്റെ അഫ്സലിക്ക് നല്ല കല്യാണാലകൾ ക്ഷണിച്ചു വിളിക്കുന്നു. മനോരമയിൽ ബമ്പർച്ചിൻ്റെ കോർഡിനേറ്ററാണ്. മനോരമ വർക്ക് ചെയ്യുന്നത്. നല്ല ആലോചനകൾ ക്ഷണിച്ചു കൊള്ളുന്നു. ഓക്കെ എടാ അഫ്സലിക്കയുടെ അനിയ ഇത് കട്ട് ചെയ്ത് ഗ്രൂപ്പ് കിട്ടോ. ഓക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു. 2 ആഴ്ച എന്ന് പറഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞ് വരത്തില്ല. പക്ഷേ ഒരാൾ പറഞ്ഞു 2 ആഴ്ച അല്ല 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമെന്ന്. നാളെ ഒരു പരിപാടി ഉണ്ടോ? എനിക്കറിയാൻ രണ്ടാമത്തെ ദിവസം ആവുന്നതിന് 2 മണിക്കൂർ ഇവിടെ ആളെത്തി. എടാ ഞാൻ എന്ത് ചെയ്യാനാ? ഉളുപ്പല്ലടാ. പിന്നെ എടാ പരിപാടി വന്നോണ്ടില്ല. നാളെ ഒരു പരിപാടി ഉണ്ട്. അതല്ലേ പരിപാടി ഞാൻ അറിഞ്ഞു നിങ്ങൾ ഇവിടെ എത്തുന്നു. അതൊക്കെ ഞാൻ അറിഞ്ഞു. എടാ ഇത് ലൂപ്പാണെന്ന് തോന്നുന്നുണ്ടാ? നിങ്ങൾക്ക് വേറെ ലൂപ്പാ. സീരിയസ്ലി എനിക്ക് നാളെ ഒരു പരിപാടി ഉണ്ട്, ഒരു പ്രൊമോഷൻ വർക്ക് ഉണ്ട്. അപ്പൊ അതിന് ഇപ്പൊ നീ ആ ജോയലിനെ വിളിച്ചടാ. ആശനെ വിളിച്ചത് അവനിങ്ങനെ വരുന്ന പറഞ്ഞ. പക്ഷെ എന്താ എനിക്ക് അറിഞ്ഞൂടെ ഇതൊരു ലൂപ്പാണെന്ന്. ഓക്കെ ബൈ ഇതൊരു ലൂപ്പാണെന്ന് തോന്നുന്നു. സീരിയസ്ലി എനിക്ക് നല്ല സംശയമുണ്ട് ഇത് ലൂപ്പാണെന്നുള്ളത്. എന്തൊരവസ്ഥയാണ് എന്തോ. ഇനിയിപ്പോൾ ഹാഷിന് വരട്ടെ. ഹാഷിനെ നിങ്ങൾ ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ. ഹാഷിന് തന്നെ ഞാൻ കാണിച്ചത്. ഇല്ലെങ്കിൽ ഇനിയിപ്പം എത്ര മണിയായി? 9 മണിയും കണ്ടായിട്ടുണ്ട്. ഇപ്പം ഫുഡ് കഴിക്കാൻ പോകാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടേ. ഞാനിന്ന് വണ്ടി ഓടിച്ച് വന്നത് നമ്മുടെ അരൂർ തുറവൂർ കൂട്ടിയാണ്. ഞാൻ വണ്ടി ഓടിച്ച് റൂമിനോട് എത്തിയപ്പോഴത്തേക്ക് മൊത്തം ഒരു
സിൽവർ കളർ സാധനം എൻ്റെ പിന്നെ നെറ്റിയിലും ഹെൽമെറ്റിലും വണ്ടിയിലൊക്കെ മൊത്തം ഒരു സിൽവർ കളർ സാധനം. എന്തിനാണ് എന്തോ. പിന്നെ ഞാൻ മുഖമൊക്കെ ഫേസ് ആയിട്ട് കഴിഞ്ഞിട്ടാണ് പോയത്. പക്ഷെ വണ്ടിയിലും ഹെൽമെറ്റിലൊക്കെ നിറച്ച് വാച്ചിൽ വരെ ഉണ്ടായിരുന്നു. എന്തൊരു സാധനമാണ് എന്തോ, ഒരു ഐഡിയ ഇല്ല എന്താണെന്നുള്ളത്. ഒരു സിൽവർ കളർ നമ്മൾ ഗിൽറ്റി കിടക്കുമ്പോൾ ഗിൽറ്റി സാധനം ഇങ്ങനെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു മൊത്തത്തിൽ. പക്ഷെ മഴ പെയ്ത് അവിടെ പണിയൊന്നും നടക്കുന്നില്ലായിരുന്നു. പക്ഷെ എന്തിനാണ് എന്തോ പഠിച്ചിരിക്കുന്നത്. എന്തൊരവസ്ഥയാണ് എന്തോ, നോ ഐഡിയ. അല്ല ഒരിക്കലും കാര്യമില്ല. തീർന്നു, നീ തീർന്നു പോനെ. ഇനി ഇങ്ങനത്തെ ഒരു ഡയലോഗ് കേൾക്കാൻ പാടില്ല കേട്ടല്ല. തൃശ്ശൂര് സുഖാന്തരല്ല, വേറെ എവിടെയെങ്കിലും മറ്റേ പാറക്കാട്ടിട്ട് വരച്ചോക്കൊണ്ട് വരും. ഇതിന്റെ ഉളുപ്പ് മാത്രം. നാണം മാനുണ്ടെങ്കിൽ വാക്കുവാണ്, വാക്കിന് വില വേണം. ആ ചിരിയൊക്കെ വന്നിട്ട് ആണ് നീലിമ്പിക്കടിച്ച് ചിരിയും. ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് വർക്ക് വന്നാൽ വരാണ്ടിരിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ ഡയലോഗ് കേൾക്കാൻ പാടില്ല. ഇവിടെ ഞാനൊന്നും ഇല്ലാന്ന് പറഞ്ഞ് പോയതല്ലേ. ഡയലോഗ് കേൾക്കാൻ പാടില്ല. ഞാൻ എന്താ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയാം, ഞാൻ പോകുന്നുണ്ട്, കുറച്ച് ദിവസം കൊണ്ട് വരുമായിരിക്കും അങ്ങനെ പറഞ്ഞാൽ ഓക്കെ. ഒരു 2 ആഴ്ചക്ക് ശേഷമേ വരൂ, അങ്ങനെ വരും, 8-ാം തീയതി ശേഷം വരൂ. ആ ഡയലോഗ് കേൾക്കാൻ പാടില്ല. ഓക്കെ എടാ ഇത് സീരിയസ്ലി ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുന്നത്. എനിക്ക് വേറെ പ്ലാൻ ഒന്നുമില്ല, ഇവിടെ പരിപാടി ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ ഇങ്ങനത്തെ സാധനം വരുന്നത് ഞാൻ കരുതിയില്ല. പണി വരുമ്പോഴത്തേക്ക് പണി എടുക്കണ്ടാ, അതാണ് സംഭവം. പണി എന്ത് വേണമെങ്കിലും എടുക്ക് അല്ലേ. ആര് എന്നാലും വാക്ക് പറയാൻ പാടില്ല. അങ്ങനെ എന്താ തെറ്റാ? ഇനി ഞാൻ അങ്ങനെ പറയരുത്. ഇനി അങ്ങനെ പറഞ്ഞിട്ടുള്ളതൊക്കെ എന്തിന് ക്ഷമ പറയണം. നിന്നോട് എന്തിനാ ക്ഷമ പറയണം? ഞാൻ ക്ഷമിക്കണം, എന്നാലേ കാര്യമുള്ളൂ നിങ്ങൾക്ക്. പോടാ ഞാൻ ക്ഷമ പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്തരില്ല. നിന്നോട് എന്തിനാ ക്ഷമ പറയണം? പറയണം, എനിക്ക് കേൾക്കാനൊരു ആഗ്രഹം. ഇക്കാന്ന് വിളിക്കും. മുതലെടുപ്പ്, അതിൻ്റെ ഇടയേക്കൂടെ മുതലെടുപ്പ്. ഏറെ നേരത്തെ കാത്തിരിപ്പുഴയിൽ നമ്മളെല്ലാവരും കാത്തിരുന്ന ഹാഷിർ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഒക്കെ പറഞ്ഞില്ല. ഹാഷിർ വന്നിട്ടുണ്ട്. ഹാഷിർ വന്നിട്ടുണ്ട്. ഹാഷിറിനെ കാണിച്ചു തരാം. ഹാഷിറിനെ കാണാൻ വേണ്ടി കൊതിച്ചിരുന്ന ആരാധക വൃന്ദങ്ങൾ, നിങ്ങൾ കാണേണ്ടതാണ് ഹാഷിറിനെ കാണണം. ഹാഷിറിനെ കണ്ട് നിങ്ങൾ സഹകരിക്കണം. ഹാഷിറെ പോലെ നോക്കട്ടെ. ഹാഷിർ നിന്റെ വീട് എവിടെടാ? നന്ദി, നമസ്കാരം. നോക്കിയ കറക്റ്റ് ആറ്റിറ്റ്യൂഡ് എല്ലാം കറക്റ്റ്. കൂട്ടുകാരനാണ് കറക്റ്റ് അല്ല? ഹാഷിറല്ലേ? ആ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഹാഷിറാണ്. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ഹാഷിർ നമ്മുടെ ലൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പുരുഷനെ തെറിവിളി 2 ആഴ്ച കഴിഞ്ഞ് വരത്തുള്ളൂ പറഞ്ഞു പോയി. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നെന്ന് പറഞ്ഞോണ്ട് നാരായണൻകുട്ടി ഇല്ലാത്തോണ്ട് ഞാൻ അയ്യോ എങ്ങനെ നമ്മളെ ഒന്നും വണ്ടി തരാറില്ല. നിനക്ക് സ്വന്തമായിട്ട് വണ്ടി എടുത്തൂടെ? അവർക്ക് കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. നിനക്ക് റെഡി ആയിക്കൂടെ? പൈസ നീ പണിയെടുക്കണം എന്തിനാണ്? ശമ്പളം കിട്ടിയിട്ടില്ല. ഈഗോ ഹാഷിര അങ്ങനെയൊന്നും പറ്റരുത്. സൈഡ് കട്ടൊക്കെ കറക്റ്റ് ഹാഷിറേ. പക്ഷെ മണ്ടനാ, ബുദ്ധിയില്ലാത്തവനാ. ഇപ്പൊ കണ്ടില്ലേ, ഇന്നലെ പറഞ്ഞില്ലേ വണ്ടി തന്നൊക്കെ നമ്മുടെ ഈഗോ അടിച്ചിട്ട് ഇന്ന് പോയി വീണ്ടും വണ്ടി വെച്ചിരിക്കണ്. ഉളുപ്പ് ലേശം. നമ്മളെന്തായാലും പോട്ടെ. നമ്മളെന്തായാലും ഇപ്പൊ ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ തുടങ്ങിയാല് 11 മണിക്ക് പോലുണ്ട്. എവിടെ പോകുന്നു? ഫുഡ് കഴിക്കാൻ പോകണ്ടാ. 11 മണിക്ക് എവിടെ പോകുന്നു? അല്ല 11 മണിക്ക് കഴിക്കാൻ പോകത്തുള്ളൂ. അതാണ് ഇപ്പൊ പ്ലാൻ ചെയ്തത്. പക്ഷെ ഇന്ന് പൊതുവെ ആൾക്കാർ കുറവ്. അല്ല, അത് മെട്രോ ഹബിൽ കാണും. സമയമില്ലല്ലോ, നമ്മള് കറക്റ്റ് ആയില്ലല്ലോ. അല്ല, ഇന്ന് പൊതുവെ ആൾക്കാർ കുറവാണ്ടാ. ഇന്നും നാളെ അവധി, വെള്ളിയാഴ്ച ഒരു അവധി കൊടുത്തു കഴിഞ്ഞാൽ ശനിയും ഞായറും പിന്നെ തിങ്കളാഴ്ച ഒന്നും മതിയില്ല. സോ അതായിരിക്കും ആൾക്കാർ കുറവ്. നമുക്കത് കാര്യം നമ്മൾ മിസ്റ്ററി ബോക്സ് ഇറക്കാനും പറ്റൂല. കുഴപ്പമില്ല, ഞാൻ കൊണ്ടാണ്ട് ആള് കൂടും. എന്നിട്ട് ഇത്ര നേരത്തെ ഒരാൾ ഒരു മൈൻഡ് ചെയ്യില്ല. വന്നല്ലേ ഉള്ളു. ഓക്കെ നമുക്ക് നോക്കാം. ഹേ ഗൈസ്, അങ്ങനെ ഒരുപാട് നേരത്തെ കറക്കത്തിനൊടുവിൽ നമ്മൾ പല സ്ഥലത്തും പോയി ഫുഡ് കഴിക്കാൻ പോയി. പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷെ നമ്മൾ അവിടെ നിന്ന് കിയാൻ്റെ തന്നെ തിരിച്ചു വരേണ്ടി വന്നു. എന്താ ചെയ്യാനാ? എന്ന് ശിവമോൻ്റെ ചിലവാണ് അല്ലേ? പെരുന്നാള് മാംഗോ സലാഡ് വേണോ? ഞാൻ കഴിക്കും. എന്റെ തൊട്ടാ കൈ ഞാൻ വെക്കും വിശന്നിരിക്കുമ്പോ. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ തല്ല് നടത്തുന്ന മാംഗോ സലാഡിന് വേണ്ടിയിട്ടാണ്. എന്തായാലും വരട്ടെ. ചിക്കൻ കഴിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ചിക്കൻ മാത്രമേ കിട്ടത്തുള്ളൂ. എന്താ അവസ്ഥയാണ് എന്തോ. എന്തായാലും കഴിക്കട്ടെ. സംഭവം കാണിച്ചുതരാം. ഹേബയുടെ അവധിന്ന് ഞാൻ മാങ്ങ എടുക്കാൻ അവളുടെ റിയാക്ഷൻ കാണിച്ചുതരാം.
ഇവള് നോക്കണേ, ഹെബേനെ നോക്കണേ. ഹെബ എടുക്കാൻ പോയാ മാങ്ങ എടുക്കാൻ പോയി. എന്നെ ചുമ്മാ സ്വഭാവം മാറ്റിക്കല്ലേ. ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ എന്നെ ചുമ്മാ എങ്ങനെയുണ്ട് ഫുഡ് കാണാൻ നമ്മൾ ആരെയും വേണ്ട, പ്രത്യേകിച്ച് മാങ്ങ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ ശരി, കഴിച്ചു തരാം. ശിബുമോനെ ചാച്ചാ, ചാച്ചാ ശിബുമോനെ പെരുന്നാളായിട്ട് നാളെ ബിരിയാണി കൊണ്ടുവരണേ. ഓക്കെ ശിബുമോൻ പോണ് ചാച്ചാ. ശിബുമോനെ നമ്മൾ നേരത്തെ പോകണം. ബിക്കോസ് എന്താണ് ശശി, നാളെ നമുക്ക് രാവിലെ 9 മണിക്ക് കാട്ടാളൻ മൂവി കാണാനുണ്ട്. 9 മണിക്ക് മൂവി കാണാനാണ്. പക്ഷേ ഇന്ന് നമുക്ക് മിസ്റ്ററി ബോക്സോ ഒന്നും ഇറക്കാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ വണ്ടിയുടെ ബിക്കോസ് ഇന്ന് അധികം ആൾ സ്റ്റേഡിയത്തിൽ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും പെരുന്നാളായ എല്ലാവരും വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ നമുക്കിന്ന് മിസ്റ്ററി ബോക്സ് ഇറക്കാൻ പറ്റില്ല, ആരും ഇല്ലായിരുന്നു. ഭയങ്കര എന്താ ഈ ഒരു 12 മണി സമയത്ത് സ്റ്റേഡിയം എങ്ങനെയാണോ അതുപോലത്തെ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. സോ ഇന്ന് അധികം ആളില്ലായിരുന്നു, നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നമ്മളിന്ന് മെട്രോ ഹബിൽ പോയിട്ട് ഒരേ കട്ടനും കുടിച്ചിട്ട് നേരെ തിരിച്ച് റൂമിലേക്ക് പോകണം. റൂമിൽ പോയി കിടന്നുറങ്ങണം. എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം. എന്നിട്ട് കിടന്നുറങ്ങാം. റൂമിൽ ചെന്നിട്ട് വീഡിയോ കഴിഞ്ഞാൽ പോയി അതായിരിക്കും നല്ലത്. അവിടെ ശ്യാമും സുബിനൊക്കെ ഉണ്ട്. അമ്മ എന്ത് ചെയ്യണം നോക്കല്ലേ. ഇത് പൈസ എല്ലാ പണി കഴിഞ്ഞാൽ റൂമിലെത്തിയിട്ടുണ്ട്. അവന്മാരുടെ കിടന്നു തോന്നുന്നു, ഡോർ ലോക്ക് ചെയ്താൽ കിടന്നുറങ്ങിയത്. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ നമ്മൾ തിരിച്ചും ലൂപ്പിലേക്ക് എത്തിയിരിക്കണം. എന്ത് കഥയാണ്, എന്ത് വീണ്ടും ലൂപ്പിലേക്ക് വന്ന്. ഇത് ശരിക്കും ലൂപ്പാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇത് ശരിക്കും ലൂപ്പാണോ? എനിക്ക് നല്ല സംശയമുണ്ട്. പക്ഷെ അങ്ങനെ ഇത്രയും ഇതായിട്ട് പോയി ഞാൻ വീണ്ടും തിരിച്ച് ഈ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നെങ്കിൽ ശരിക്കും ഇത് ലൂപ്പല്ലേ? ശരിക്കും ഇത് ലൂപ്പാണെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.